ഹായ് ഡിയേഴ്സ്, ദീവ്സ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുണ്ടിലെ കരിവാളിപ്പും കറുപ്പും ഒക്കെ മാറിയിട്ട് നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. റോസാപ്പൂ പോലെ ചുവന്ന ചുണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ അതുപോലെ ചുവന്ന ചുണ്ട് കിട്ടാൻ സഹായിക്കുന്ന, അതും റോസാപ്പൂ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റോസാപ്പൂവാണ്. റോസാപ്പൂ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുപ്പും കരിവാളിപ്പും ഒക്കെ മാറിയിട്ട് ചുണ്ട് നല്ല സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ചുണ്ടിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് എപ്പോഴും നല്ല മോയ്സ്ചറായിട്ടിരിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് റോസാപ്പൂവാണ്. ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള റോസാപ്പൂ ഒന്ന് ഈ പാലിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പം നിങ്ങൾ എത്രയാണോ റോസാപ്പൂ എടുക്കുന്നത് ആ ഒരു അളവിൽ പാലെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ റോസാപ്പൂവിൻ്റെ ഇതള് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റോസാപ്പൂവ് നമ്മുടെ ചുണ്ടിന് നാച്ചുറലായിട്ടുള്ള നിറം നൽകാൻ സഹായിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കരിവാളിപ്പും കറുപ്പും ഒക്കെ മാറിയിട്ട് ചുണ്ടിന് നല്ല ചുവപ്പ് നിറം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസറും കൂടെയാണ്. ചുണ്ടിലുണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് എപ്പോഴും ചുണ്ട് സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും നിൽക്കാനായിട്ട് സഹായിക്കും. പാലിൽ ഒരുപാട് ബ്ലീച്ചിങ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുപ്പും കരിവാളിപ്പും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ഒരുപാട് മോയ്സ്ചറൈസിങ് ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചുണ്ട് ഡ്രൈ ആവാതെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ചുരുങ്ങിയത് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ റോസാപ്പൂവ് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുക. ഇതിപ്പോൾ ഒരു പൂവായതുകൊണ്ട് തന്നെ അരച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇരട്ടിമധുരത്തിൻ്റെ പൊടിയാണ്. ഇരട്ടിമധുരം നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന കറുപ്പും കരിവാളിപ്പും ഒക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. ചുണ്ടിലേക്ക് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ്, കരിമങ്ങല്യം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളിത് യൂസ് ചെയ്ത് 1-2 യൂസിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഇരട്ടിമധുരത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടി കുറവായതുകൊണ്ട് തന്നെ ഇരട്ടിമധുരത്തിൻ്റെ പൊടി കുറച്ചും കൂടി ഞാൻ പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള ഒരു പാക്കായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള പാക്കാണെങ്കിലാണ് അത് കുറച്ച് നേരം അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ലിപ്പൊന്ന് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ സാധാരണ എന്ത് വെച്ചിട്ടാണോ സ്ക്രബ് ചെയ്യുന്നത് അത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാം. ഇനിയിപ്പോൾ ഏറ്റവും നല്ലത് പഞ്ചസാരയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് കട്ടിക്ക് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം.
അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണിത്. സ്ക്രബ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ചുണ്ടിലെ കറുപ്പൊക്കെ മാറിയിട്ട് ചുണ്ട് നല്ലോണം ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്